തുറവൂർ പഞ്ചായത്തിലെ തുറവൂർ മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ പൊതുജനസമക്ഷം പരിചയപ്പെടുത്തുകയാണ്. വാർഡ് 1 ശ്രീ ടി പൗലോസ്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അനിഷേധ്യനായ നേതാവ്. അധികം വർഷങ്ങൾ തൊഴിലാളി രംഗത്ത്, ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിച്ച പരിചയമുള്ള ശ്രീ ടി പൗലോസിനെ 1-ാം വാർഡിൽ കൈപ്പത്തി ചിഹ്നത്തിൽ ഐക്യജനാധിപത്യ മുന്നണി അവതരിപ്പിക്കുകയാണ്. 2-ാം വാർഡിൽ എം പി മാർട്ടിൻ ഞാൻ തന്നെയാണ്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്. കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ UC കോളേജിലെ യൂണിറ്റ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും കോളേജ് യൂണിയൻ ചെയർമാനായി, ജനറൽ സെക്രട്ടറിയായി, എഡിറ്ററായി, യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റായി പ്രവർത്തനം ആരംഭിച്ച് തുറവൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി 2-ാം വാർഡിൽ നിന്നും ഞാൻ ജനവിധി തേടുകയാണ്. എൻ്റെ പേര് MP മാർട്ടിൻ. 3-ാം വാർഡ് MK സുരേഷ്. പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളിൽ വളരെ ശക്തമായ സാന്നിധ്യം ഉറപ്പിച്ച് CPM-ൽ നിന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കഴിഞ്ഞ 10 വർഷമായി കയറി യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തന രംഗത്ത്, ദളിത് വിദ്യാർത്ഥി യുവജന രംഗത്ത് പ്രവർത്തന പാരമ്പര്യം തെളിയിച്ച ശ്രീ MK സുരേഷിനെ 3-ാം വാർഡിൽ കൈപ്പത്തി ചിഹ്നത്തിൽ ഞങ്ങൾ ജനസമക്ഷം നിർത്തുന്നു. 4-ാം വാർഡ് ശ്രീ ജോസി ജേക്കബ്, സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് വളരെ ശക്തമായ നേതൃത്വം കൊടുത്ത ജോസി ജേക്കബിനെ ആദ്യമായി പഞ്ചായത്ത് ഇലക്ഷനിലേക്ക് 4-ാം വാർഡിലേക്ക് ഞങ്ങൾ ജനസമക്ഷം കൈപ്പത്തി ചിഹ്നത്തിൽ അവതരിപ്പിക്കുകയാണ്. 5-ാം വാർഡ് സോഫിയ ജിജോ, കുടുംബശ്രീ രംഗത്തും മഹിളാ കോൺഗ്രസിൻ്റെ രംഗത്തും വളരെ ശക്തമായ സാന്നിധ്യം ഉറപ്പിച്ച 5-ാം വാർഡ് കോട്ട നിലനിർത്താൻ ശ്രീമതി സോഫിയ ജിജോയെ കൈപ്പത്തി ചിഹ്നത്തിൽ ഐക്യജനാധിപത്യ മുന്നണി അവതരിപ്പിക്കുകയാണ്. 6-ാം വാർഡ് സ്ഥാനാർത്ഥിക്രമം വരുന്നുള്ളൂ. 7-ാം വാർഡ് നമ്മുടെ പ്രിയപ്പെട്ട സോജി ബെന്നി, കുടുംബശ്രീ രംഗത്ത്, ഭക്തസംഘടനകളുടെ രംഗത്ത്, സാമൂഹ്യ രംഗത്ത് വളരെ ചിട്ടയായ പ്രവർത്തനം നടത്തിയ സോജി ബെന്നി RSPയുടെ മൺവെട്ടിയും കോരിയും ചിഹ്നത്തിൽ മത്സരിക്കുന്നു. അവരെ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് ജനസമക്ഷം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. വാർഡ് 8 ശ്രീ KP ജോസ്, സഹകരണ ബാങ്കിൻ്റെ ബോർഡ് മെമ്പറായി സഹകരണ ബാങ്ക് പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യം വഹിച്ച് കാർഷിക രംഗത്തും അതേപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ ബ്ലോക്ക് സെക്രട്ടറിയായും പ്രവർത്തനം നടത്തുന്ന KP ജോസിനെ കൈപ്പത്തി ചിഹ്നത്തിൽ ഞങ്ങൾ പൊതുജനസമക്ഷം അവതരിപ്പിക്കുകയാണ്. വാർഡ് 9 ഘടകകക്ഷിയായ കേരള കോൺഗ്രസിൻ്റെ ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ ഐക്യജനാധിപത്യ മുന്നണി വളരെ പ്രൗഢോജ്വലമായി ഞങ്ങൾ അവതരിപ്പിക്കുന്ന വിജയ് ബാബു കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായി കുടുംബശ്രീ രംഗത്ത് നിറസാന്നിധ്യമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അവരെ ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ജനസമക്ഷം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. വാർഡ് 10 ശ്രീ CO ജോസഫ്, സഹകരണ ബാങ്കിൻ്റെ ബോർഡ് മെമ്പറായി കഴിഞ്ഞ 10-30 വർഷക്കാലമായി കോൺഗ്രസിൻ്റെ പ്രവർത്തന രംഗങ്ങളിൽ സജീവ സാന്നിധ്യം വഹിച്ച CO ജോസഫ് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് സെക്രട്ടറിയാണ്. CO ജോസഫിന് കൈപ്പത്തി ചിഹ്നത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജനസമക്ഷം ഞങ്ങൾ സ്നേഹപൂർവ്വം അവതരിപ്പിക്കുന്നു. വാർഡ് 11 ഞങ്ങളുടെ പ്രിയ സഹോദരി ശ്രീമതി ജിനി രാജീവ് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്നു. മഹിളാ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് ഭാരവാഹിയാണ്. നിറസാന്നിധ്യമായി ചിരിയോടുകൂടി കഴിഞ്ഞ ഒട്ടേറെ വർഷക്കാലം മഹിളാ കോൺഗ്രസിനും ശക്തി പകർന്ന ശ്രീമതി ജിനി രാജീവിനെ 11-ാം വാർഡിൽ കൈപ്പത്തി ചിഹ്നത്തിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. സഹോദരനായിരുന്ന കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രവർത്തകനായിരുന്ന അന്തരിച്ച ശ്രീ MV ശിവൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് MV അയ്യപ്പൻ. കുറേയധികം വർഷങ്ങളായി കേരള വിദ്യാർത്ഥി യൂണിയനിലൂടെ യൂത്ത് കോൺഗ്രസ് രംഗത്തും
സജീവ സാന്നിധ്യം വഹിച്ച MV അയ്യപ്പൻ കുറേ വർഷങ്ങളായി തുറവൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ബോർഡ് മെമ്പറായിരുന്നു. ശ്രീ MV അയ്യപ്പനെ 12ാം വാർഡിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി കൈ അടയാളത്തിൽ ജനസമക്ഷം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. വാർഡ് 13 ശ്രീമതി മാർട്ടീന ജോസ് ഭക്തസംഘടനകളുടെ രംഗത്തും സാമൂഹിക രംഗത്തും പ്രതിബദ്ധത പുലർത്തി കുറേ വർഷങ്ങളായി സാമൂഹിക സേവനം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ശ്രീമതി മാർട്ടീന ജോസിനെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി കൈ അടയാളത്തിൽ ജനസമക്ഷം വാർഡ് 13 അവതരിപ്പിക്കുകയാണ്. വാർഡ് 14 ശ്രീമതി സലോമി കുര്യാച്ചൻ മുൻ പഞ്ചായത്ത് മെമ്പറാണ്, മഹിളാ കോൺഗ്രസിൻ്റെ ഭാരവാഹിയാണ്, തുറവൂർ സർവീസ് സഹകരണ ബാങ്കിൽ ബോർഡ് മെമ്പറായിരുന്നു. അച്ചടക്കം എന്ന വാക്ക് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് മഹിളാ കോൺഗ്രസിൻ്റെയും വനിതകളുടെയും സജീവ പ്രവർത്തനങ്ങളിൽ ഇടപെട്ട സലോമി കുര്യാച്ചനെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കൈ അടയാളത്തിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. വാർഡ് 15 യുവ സാന്നിധ്യം, നിറസാന്നിധ്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും നിഷേധിക്കപ്പെടാനാകാത്ത നിരവധിയായ പോലീസ് കേസുകൾ സമരരംഗത്ത് നടന്നതിൻ്റെ പേരിൽ, സമരരംഗത്ത് ഇടതുപക്ഷ ദുർഭരണത്തിനെതിരെ പോരാട്ടം നടത്തിയതിൻ്റെ പേരിൽ നിരവധി കേസുകൾ ഈ പിണറായി വിജയന്റെ പോലീസ് എടുത്തതിൻ്റെ പേരിൽ വീടിൽ പോലും പാതിരാത്രി ചെന്ന് അകാരണമായി അറസ്റ്റ് ചെയ്യാൻ കാണിച്ച പോലീസിന്റെ ദുർഭരണത്തിന് ഇരയായ ശ്രീ ആന്റണി തോമസിനെയാണ് 15ാം വാർഡിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധിയായി, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ 15ാം വാർഡിലെ കോട്ട തിരിച്ചുപിടിക്കാൻ നിലനിർത്താൻ ആ ഐക്യ ജനാധിപത്യ മുന്നണി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ശ്രീ ആന്റണി തോമസിനെയാണ്. വാർഡ് 16 ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ശ്രീമതി ജെസി ജോയി എന്നും എക്കാലവും കോൺഗ്രസ് പ്രസ്ഥാനത്തിനു വേണ്ടി കരുത്തു പകരുന്ന എല്ലാവരോടും വിനീതദാസിയായി പെരുമാറുകയും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും എല്ലാവരെയും എളിമയോടെ കൂടി കാണുകയും ചെയ്യുന്ന ശ്രീമതി ജെസി ജോയ് ഇപ്പോൾ നിലവിൽ പ്രസിഡന്റാണ്. ആ പ്രസിഡന്റിന്റെ ചൈതന്യവും ദീർഘവീക്ഷണവും പഞ്ചായത്തിൽ ഉണ്ടായി എന്നുള്ള യാഥാർത്ഥ്യം കൂടി അറിയിച്ചുകൊണ്ട് 16ാം വാർഡിൽ ശ്രീമതി ജെസി ജോയി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൈ അടയാളത്തിൽ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുകയാണ്. സ്നേഹിതന്മാരെ, ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ 16 സ്ഥാനാർത്ഥികളും ധീരോജ്വലമായി തുറവൂർ പഞ്ചായത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തേരു തെളിയിക്കാൻ നിരവധി വാർഡുകളിൽ നിറസാന്നിധ്യമായി നിന്ന അവരെ നിങ്ങൾ കൈവിടരുത് എന്ന് വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൈ അടയാളവും അതേപോലെ തന്നെ മൺവെട്ടിക്കോരി ചിഹ്നവും അതേപോലെ തന്നെ ഓട്ടോറിക്ഷ ചിഹ്നവും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രതീകമായി കണ്ടുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പിലും എല്ലാ സഹപ്രവർത്തകന്മാരും ജനാധിപത്യ വിശ്വാസികളും പങ്കുചേരണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു, അഭ്യർത്ഥിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് തുറവൂർ ഡിവിഷനിൽ പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹോദരി ശ്രീമതി ലിംസി ബിജു തുറവൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ബോർഡ് മെമ്പറാണ്. തുറവൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ബോർഡ് മെമ്പറായി കഴിഞ്ഞ കുറേ കാലങ്ങളായി പ്രവർത്തിക്കുകയും അതിൻ്റെ പ്രവർത്തന രംഗത്ത് സജീവ പങ്കാളിത്തം വഹിക്കുകയും ചെയ്ത ശ്രീമതി ലിംസി ബിജുവിനെ തുറവൂർ ഡിവിഷനിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കണം. അതിലോടൊപ്പം മഹിളാ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ് ശ്രീമതി ലിംസി ബിജു. കടങ്ങൂർ ഡിവിഷൻ മത്സരിക്കുന്നത് ശ്രീമതി ലൗലി ബേബി. ശ്രീമതി ലൗലി ബേബി കഴിഞ്ഞ കുറേ നാളുകളായി മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തന രംഗത്തും അതേപോലെ തന്നെ ഭക്ത സംഘടനകളുടെ രംഗത്തും സാമൂഹിക സംഘടനകളുടെ രംഗത്തും സജീവ സാന്നിധ്യം വഹിച്ച് കടങ്ങൂർ ഡിവിഷനിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന കൈ അടയാളത്തിൽ ഇരു സ്ഥാനാർത്ഥികളും മത്സരിക്കുന്നത് കൈ അടയാളത്തിലാണ്. ആ കൈ അടയാളത്തിൽ മത്സരിക്കുന്ന ഇരു സ്ഥാനാർത്ഥികളെയും വലിയ ഭൂരിപക്ഷത്തോടെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഞങ്ങളുടെ 2 സ്ഥാനാർത്ഥികൾ, ഒന്ന് ജിൻഡോ ജോണും അതേപോലെ തന്നെ ഷൈജോ പറമ്പിയും. ജിൻഡോ ജോണും ഷൈജോ പറമ്പിയും മത്സരിക്കുന്നത് കൈപ്പത്തി ചിഹ്നത്തിലാണ്.
ഈ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കൂടി ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ശ്രീ TM വർഗീസിനെയും UDFന്റെ കൺവീനറാണ്, അദ്ദേഹത്തെ കൂടി കൈപ്പത്തി ചിഹ്നത്തിൽ ഞങ്ങൾ തുറവൂരിലെ വോട്ടർമാർക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഇടത് ക്ഷേത്രം പോലും കളവിന് വിധേയപ്പെട്ടു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചോദ്യാവലിയാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ വിശ്വാസികൾ ചിന്തിക്കേണ്ടത്, ഈ തെരഞ്ഞെടുപ്പിൽ ഈ ദുർഭരണത്തിനെതിരെ, ഈ വിലക്കയറ്റത്തിനെതിരെ, പോലീസ് രാജിനെതിരെ, പോലീസ് അക്രമത്തിനെതിരെ, പോലീസ് തേർവാഴ്ചയ്ക്കെതിരെ പ്രതിരോധം തീർക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ കേളിക്കെട്ടായിരിക്കും എന്നറിയിച്ചുകൊണ്ട് മുഴുവൻ വാർഡുകളിലേക്കും ഐക്യജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കണം, ചേർത്ത് പിടിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയ വാർത്ത കേരളത്തിൽ തുറവൂരിലെ ജനങ്ങൾക്ക് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാനുള്ള സമ്മാനമായി മാറും എന്നറിയിച്ചുകൊണ്ട് ഞങ്ങളെ ഐക്യജനാധിപത്യ മുന്നണിയെ ചേർത്ത് പിടിക്കണം എന്ന അഭ്യർത്ഥനയോടുകൂടി എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഭാരത്.